പത്തനംതിട്ടയിൽ 17-കാരിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ആൺസുഹൃത്ത് കുറ്റക്കാരൻ. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി നാളെ ശിക്ഷ വിധിക്കും. കൂടെ പോകാൻ വിസമ്മതിച്ചതിനാണ് കടമനിട്ട സ്വദേശിനി ശാരികയെ അയൽവാസി സജിൽ കൊലപ്പെടുത്തിയത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഈ കേസിന്റെ അന്വേഷണകാലം, വിചാരണക്കാലമൊക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ജയശങ്കർ, അതായത് റീജിത്ത് 2017 ജൂലൈ 14-നാണ് തൻ്റെ കാമുകി ശാരികയെ പെട്രോൾ ഒഴിച്ച് അതിക്രൂരമായൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. ആദ്യം വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയ പ്രതി പിന്നീട് ശാരികയുടെ വീട്ടിലെത്തിക്കൊണ്ട് പെട്രോൾ ഒഴിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അക്കാലത്ത് കേരളത്തെ തന്നെ വലിയ തോതിൽ പിടിച്ചുകുലുക്കിയ വലിയ വിവാദമായൊരു കൊലപാതകം. എന്തായാലും ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം അത് പരിഹരിച്ച് AV ജയശങ്കറിലേക്ക് എത്താം. പത്തനംതിട്ടയിൽ 17-കാരിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ആൺസുഹൃത്ത് കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷാവിധി നാളെയായിരിക്കും. നാടിനെ നടുക്കിയ കൊലപാതകം, അതിൽ ശിക്ഷാവിധി എന്ത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കൂടെ പോകാൻ വിസമ്മതിച്ചു എന്നതിൻ്റെ പേരിൽ കടമനിട്ട സ്വദേശിനിയായ ശാരികയെ അയൽവാസി സജിൽ കൊലപ്പെടുത്തുകയായിരുന്നു. AV ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, തുടരാം. ജയശങ്കർ, ശാരികയെ ഇത്തരത്തിൽ പ്രതി സജിൽ അതിക്രൂരമായി പെട്രോൾ ഒഴിച്ചുകൊണ്ട് കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക് ശാരികയെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് കൊണ്ടുപോയത്. അന്ന് ആ ഘട്ടത്തിൽ പോലീസ് ഉൾപ്പെടെ അവിടെ എത്തുകയും കോയമ്പത്തൂർ ആശുപത്രിയിൽ വെച്ച് മരണമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മരണമൊഴി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായത്. ഈ മരണമൊഴിയും ഒപ്പം തന്നെ പ്രതിക്ക് ശരീരത്തിലേറ്റ പൊള്ളലുമാണ് പ്രോസിക്യൂഷൻ പ്രധാന വാദങ്ങളായി ഇദ്ദേഹത്തിനെതിരെ, പ്രതിക്കെതിരെ മുന്നോട്ട് വെച്ചത്. ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു. അങ്ങനെ ഒടുവിലാണ് ഇപ്പോൾ പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി പ്രതി സജിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് കോടതിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ നൽകുന്ന വിവരം. എന്തായാലും ഒരു പ്രണയം നിരസിച്ചതിന് പോലുമല്ല, കൂടെ ഇറങ്ങി വരാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനാണ് ഒരു പെൺകുട്ടിയെ, 17-കാരിയായ ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ്, അന്ന് +2 പഠിക്കുകയായിരുന്നു ശാരിക. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ പ്രതി അതിക്രൂരമായി ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതെ ഇത്തരത്തിൽ തീക്കൊളുത്തി കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അന്നെന്തായാലും വലിയ വിവാദമുണ്ടായ കേസാണ്. പ്രോസിക്യൂഷൻ ഈ പെൺകുട്ടിയുടെ മൊഴിയും ഒപ്പം തന്നെ ഈ പ്രതിക്ക് പൊള്ളലേറ്റ സംഭവവും ഒക്കെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചു. അതെല്ലാം തന്നെ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരത്തിനൊടുവിലാണ് ഇത്തരത്തിൽ പ്രതി സജിൽ കുറ്റക്കാരൻ എന്ന ഒരു നിലപാടിലേക്ക് കോടതി നിലവിൽ എത്തിയിരിക്കുന്നത്. നാളെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇനിയും കോടതി കേൾക്കാനുണ്ട്. എന്തായാലും കേരളത്തെ നടുക്കിയ, മനസാക്ഷി നടുക്കിയ 2018 ജൂലൈയിൽ നടന്ന സംഭവത്തിലാണ് ഇപ്പോഴെന്തായാലും പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കൂടെ പോകാൻ വിസമ്മതിച്ചതിനാണ് കടമനിട്ട സ്വദേശിനി ശാരികയെ അയൽവാസിയായ സജിൽ കൊലപ്പെടുത്തിയത്. പ്രണയനൈരാശ്യത്തെ തുടർന്നുള്ള കൊലപാതകം എന്നുള്ളതായിരുന്നു കേസ്. ഈ പെൺകുട്ടിയുടെ +2 പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ മരണമൊഴി അടക്കം ഈ കേസിൽ നിർണായകമായി. പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ശിക്ഷാവിധി നാളെയുണ്ടാകും.